അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഇൻപുട്ട് 20 പോണ്ട്, ഔട്ട്പുട്ട് നമുക്ക് 30 ആണ് വേണ്ടത്. അപ്പൊ R0 മാർബിളിലേക്കും 20 30 പ്ലേസ് ചെയ്തു. ആ 20 ഇരിക്കുന്ന കണ്ടന്റിനെ നമ്മൾ എയിലേക്ക് ലോഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ വേണം, മൾട്ടിപ്ലൈ ചെയ്യേണ്ട നെക്സ്റ്റ് നമ്പർ വേണം. അതിന് വേണ്ടിയിട്ട് R0 ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് R0 കണ്ടന്റ് എങ്ങോട്ടേക്കും കോപ്പി ചെയ്യുന്നു? ബിയിലോട്ട് കോപ്പി ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് നമ്പർ എയിലും സെക്കൻഡ് നമ്പർ ബിയിലും ഉണ്ട്. ദെൻ മൾ എ ബി പറയുക. മൾ എ ബി പറയുമ്പോൾ എന്ത് ചെയ്യും? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബിയിലെ കണ്ടന്റ് R1 എടുക്കുക. റിസൾട്ടിന്റെ ഹയർ ബൈറ്റ്സ് ആണ്, അത് R1 എടുക്കുക. ഇൻക്രിമെന്റ് R1 30 എന്ന് പറയുന്നതിന് 31 ഔട്ട്പുട്ടിന്റെ 31 നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് R1 ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യാം? എയും കോപ്പി ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോഗ്രാം. അതുപോലെ തന്നെയാണ് ഡിവിഷന്റെയും പ്രോഗ്രാം. 20 30 നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്പർ നമ്മൾ എയിലോട്ട് എടുക്കുന്നു, നെക്സ്റ്റ് നമ്പർ ബിയിലോട്ട് എടുക്കുന്നു, ഡിവ് എ ബി പറഞ്ഞു. ഓക്കെ, നമ്മുടെ കോഷ്യന്റ് ആണ് എയിലുള്ളത്, റിമൈൻഡർ ബിയിലും. കോഷ്യന്റ് R1 എടുക്കുന്നു, R1 ഇൻക്രിമെന്റ് ചെയ്യുക, ബി എ R1 കോപ്പി ചെയ്യുക, പ്രോഗ്രാം ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെയുള്ള സിമ്പിൾ പ്രോഗ്രാംസ് ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം പറ്റും. നിങ്ങളുടെ അഡിഷന്റെ പ്രോഗ്രാം നല്ലപോലെ അറിയാമെങ്കിൽ ബാക്കിയുള്ളതും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.